നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അംഗനവാടിയിൽ 4 വയസ്സുകാരന് പൊള്ളലേറ്റു. അപകട കാരണം തിളച്ച പാൽ കുടിക്കാൻ നൽകിയതെന്ന് ആരോപണം. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ. ജില്ലാ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ, അയൽ സംസ്ഥാന തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായി. ചികിത്സയ്ക്കെത്തിയ ആളെ ആശുപത്രിയിൽ നിന്നും ഇറക്കിവിട്ടതായി ആംബുലൻസ് ഡ്രൈവർ. മാലിന്യം നിറഞ്ഞ് മരണം കാത്ത് കക്കാട് പുഴ വീണ്ടെടുക്കണമെന്ന് പ്രദേശവാസികൾ. നിസ്സംഗതയിൽ അധികൃതർ എന്ന ആരോപണം. വാർത്തകൾ വിശദമായി. അങ്കണവാടിയിൽ തിളച്ച പാൽ കുടിക്കാൻ നൽകി 4 വയസ്സുകാരന് പൊള്ളൽ. അബദ്ധത്തിൽ പൊള്ളുന്ന പാൽ കുടിക്കാൻ നൽകിയ പിണറായി കോളോട് അങ്കണവാടി വിദ്യാർത്ഥി ബിസ്മിലയിൽ മുഹമ്മദ് ഷിയാനാണ് പൊള്ളലേറ്റത്. കീഴ്ത്താടിയിലും ചുണ്ടിലും വായ്ക്കുള്ളിലും പൊള്ളലുണ്ട്. ജന്മനാ സംസാരശേഷിയില്ലാത്ത കുട്ടിയാണ് ഷിയാൻ. രാവിലെ 10-ന് കുട്ടിയെ അങ്കണവാടിയിൽ വിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ മാതാവിനെ അധ്യാപിക അപകട വിവരം വിളിച്ചറിയിക്കുകയായിരുന്നു. കെ ഷാനിജിന്റെയും സി കെ ജസാനിയുടെയും മകനാണ് മുഹമ്മദ് ഷിയാൻ. ജന്മനാ സംസാരശേഷിയില്ലാത്ത കുട്ടിയാണ് ഷിയാൻ. കീഴ്ത്താടിയിലും ചുണ്ടിലും വായ്ക്കുള്ളിലും പൊള്ളലേറ്റിട്ടുണ്ട്. ആദ്യം പിണറായി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ തേടിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആയയുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പിണറായി പോലീസും ചൈൽഡ് ലൈനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും കഴിക്കാൻ കഴിയാതെ 4 ദിവസമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ാണ് ഈ കുഞ്ഞ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ജന്മനാ സംസാരശേഷിയില്ലാത്ത കുഞ്ഞാണ് ചികിത്സയിലുള്ളത്. തിളച്ച പാൽ ചൂടോടെ വായിൽ ഒഴിച്ചു നൽകിയെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷനും യാത്രയയപ്പ് നടന്നു. തവകര ഗവൺമെന്റ് UP സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഓരോ ഭാഷയും തമിഴായാലും കന്നഡയായാലും നമ്മൾ കാസർഗോഡിന് സപ്തഭാഷാ സംഗമഭൂമി എന്നാണ് പറയുക. അവിടെയും നമ്മൾ ഒരുപാട് ഭാഷകൾ ഉണ്ട്. ഭാഷാ അധ്യാപകർ എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ഏത് ഭാഷയായാലും ആ ഭാഷാ അധ്യാപകർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് മുഴുവൻ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷ പാഠ്യ വിഷയമായി നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമുക്ക് ആശയവിനിമയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ അതിന് ഹിന്ദി തന്നെയാണ്. പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കീത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു KP, ഗീത N, ഇബ്രാഹിം KP, കാന്തിമതി PV, സാജിദ ബാവറക്കോട്, നദീറ M തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദി ക്ലാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കണ്ണൂർ ആറളത്ത് കാട്ടാന ജീപ്പിന് നേരെ ഓടിയെടുത്തു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. കാട്ടാനയും കുട്ടിയുമാണ് വനംവകുപ്പ് ജീപ്പിന് നേരെ പാഞ്ഞെടുത്തത്. ആറളം ഫാമിൽ നിന്ന് കാട്ടാന സംഘത്തെ തുരത്തുന്നതിനിടയിലാണ് കാട്ടാനയും കുട്ടിയും വനം വകുപ്പ് സംഘത്തിന് നേരെ അടുത്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂർ നഗരത്തിലെ ശ്രീ പിള്ളയാർ കോവിലിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഇന്ന് സമാപനമായി. ബുധനാഴ്ച രാവിലെ ലക്ഷാർച്ചനയോടെയായിരുന്നു പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചത്. വിവിധ പൂജാതി കർമ്മങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. ധനപൂജ, ദീപലക്ഷ്മി പൂജ, ജപം, ഹോമം, വേദപാരായണം, പൂർണാഹൂതി, മഹാഭിഷേകം, ദീപാരാധന എന്നീ മഹോത്സവ ചടങ്ങുകൾ വിവിധ ദിവസങ്ങളിൽ നടന്നു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അംഗനവാടിയിൽ 4 വയസ്സുകാരന് പൊള്ളലേറ്റു. അപകട കാരണം തിളച്ച പാൽ കുടിക്കാൻ നൽകിയതെന്ന് ആരോപണം. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ. ജില്ലാ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ, അയൽ സംസ്ഥാന തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായി. ചികിത്സയ്ക്കെത്തിയ ആളെ ആശുപത്രിയിൽ നിന്നും ഇറക്കിവിട്ടതായി ആംബുലൻസ് ഡ്രൈവർ.
മാലിന്യം നിറഞ്ഞ് മരണം കാത്ത് കക്കാട് പുഴ വീണ്ടെടുക്കണമെന്ന് പ്രദേശവാസികൾ. നിസ്സംഗതയിൽ അധികൃതർ എന്ന ആരോപണം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ജില്ലാ ആശുപത്രി പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവം വിവാദത്തിൽ. ജില്ലാ ആശുപത്രി അധികൃതർ മതിയായ ചികിത്സ നൽകാത്തതാണ് മരണത്തിന് കാരണമെന്ന് സംഭവത്തിന് ദൃക്സാക്ഷികളായ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡരികിൽ വീണുകിടന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫയർഫോഴ്സുകാരാണ് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാളെ പിന്നീട് ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ച് ആശുപത്രിയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു. അസഹ്യമായ വേദന കാരണം നടക്കാൻ പോലും സാധിക്കാത്ത ഇയാളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട ആംബുലൻസ് ഡ്രൈവർമാർ ചികിത്സ നൽകാത്തതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്നും മതിയായ വിവരം നൽകാൻ ഇവർ തയ്യാറായില്ല. വൈകിട്ടോടെയാണ് ആതുര ശുശ്രൂഷ കേന്ദ്രത്തിന് സമീപം വെച്ച് ഇയാൾ മരണപ്പെട്ടത്. രോഗി മരിച്ച വിവരം അറിഞ്ഞ് ആശുപത്രി പരിസരത്തെത്തിയ മാധ്യമ പ്രവർത്തകരോട് ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇയാളെ പരിയാരത്തേക്ക് റഫർ ചെയ്തിരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ആരും തുണയില്ലാത്ത ഇയാളെ പരിയാരത്തെത്തിക്കാൻ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ല. 108 ആംബുലൻസിനെ വിളിച്ചപ്പോൾ ഓട്ടത്തിലായിരുന്നു എന്നാണ് മറുപടിയും ലഭിച്ചത്. അതേസമയം ജില്ലാ ആശുപത്രിയുടെ 2 ആംബുലൻസ് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നിട്ടും ആ വണ്ടി ഉപയോഗിക്കാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. അതേസമയം ചില സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെ അറിയിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും അവർ ആരോപിച്ചു. തളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ ചെറുകുന്ന് സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. ക്രിസ്തുകുന്നിലെ ജോയൽ ജോസഫ്, പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1:30 തളിപ്പറമ്പ് ആലിങ്കിൽ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ട കാറിൽ ഇടിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. അമിത വേഗതയിൽ ബൈക്ക് നിയന്ത്രിക്കാനാവാത്തതാണ് തളിപ്പറമ്പിൽ നടന്ന അപകടത്തിന് കാരണമെന്ന് സൂചന. ദേശീയ പാതയോരത്ത് നിർത്തിയിട്ട മാരുതി സ്വിഫ്റ്റ് കാറിന്റെ പിറകിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു കയറിയത്. കുപ്പം ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ടൗൺ ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്നു ബൈക്ക്. റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തം തളിപ്പറമ്പ് ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ നിന്നും കഴുകി മാറ്റിയത്. തളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ മരിച്ച ചെറുകുന്ന് സ്വദേശികളായ യുവാക്കളുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുലർച്ചെ 1:30 തളിപ്പറമ്പ് ആലിങ്കിൽ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം നടന്നത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 6ാമത് ജില്ലാ സമ്മേളനം മെയ് 14 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ റേഞ്ച് CI G തോംസൺ ജോസ് IPS ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ കണ്ണൂർ സ്ക്വാഡ് അംഗങ്ങളെയും മറ്റ് പ്രമുഖ വ്യക്തികളെയും ആദരിക്കും.
വൈകുന്നേരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിഹ് മഠത്തിൽ അദ്ദേഹമാണ്. ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഒക്കെ ഈ 2 സെഷനിലായി പങ്കെടുക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത CPO മുതൽ DGP വരെയുള്ള ആൾക്കാരുടെ സംഗമമാണ് ഈ KSPPWA. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷേമ കാര്യങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. KSPPWA സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ IPS മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ, സാമ്പത്തിക കുറ്റാന്വേഷണ പോലീസ് സൂപ്രണ്ട് M പ്രദീപ് കുമാർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KM വിജയൻ എന്നിവർ സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30 പൊതുസമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. KSPPWA മുൻ ജനറൽ സെക്രട്ടറി K ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. അസിസ്റ്റന്റ് കമ്മീഷണർ CB ടോം സംസാരിക്കും. സമ്മേളനത്തിൽ റിട്ടയർ ചെയ്ത ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിംഗ് കാലം സർവീസായി പരിഗണിക്കാത്തത്, 4ാം ഗ്രേഡ് അനുവദിക്കാത്തത്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 19% DR കുടിശ്ശിക ലഭിക്കാത്തത് എന്നിവയും ചർച്ച ചെയ്യും. സമ്മേളനത്തിൽ 2024-26 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കും. ഒരു നാടിന്റെ ആശ്രയമായിരുന്ന കക്കാട് പുഴ അറവ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞ് മരണം കാത്തിരിക്കുന്നു. അധികൃതരുടെ നിസ്സംഗതയാണ് ഈ ദുർവിധിക്ക് കാരണമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ. ദുർഗന്ധവും പകർച്ചവ്യാധിയുമായിരിക്കും ഇതിന്റെ പരിണിതഫലം. മരണത്തോടടുക്കുന്ന പുഴയെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കണ്ണൂർ പുല്ലൂപ്പിക്കടവ് റൂട്ടിൽ കക്കാട് ടൗണിനോട് ചേർന്നുള്ള പുഴയോരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർത്തും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഈ പുഴയോരമുള്ളത്. അതായത് ഈ പുഴ, ഇതിപ്പോൾ പുഴ എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ശോഷിച്ച് തീർന്നു ഇത്. അതുകൂടാതെയാണ് ഇവിടെ മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. തീർച്ചയായും ഈ പുഴയോരത്തിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ദുർഗന്ധം വമിച്ചിട്ട് വയ്യ. അപ്പോൾ ഈ പ്രദേശത്തുകാരുടെ കാര്യമോ? ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാണ്, ജീവനാണ് പുഴ. ഈ പുഴയെ തീർത്തും നമുക്ക് ഒരു നല്ല ശുദ്ധജലമാക്കി മാറ്റി ഈ പുഴയെ അതിൻ്റെ സൗന്ദര്യത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരു കാലത്ത് ശാന്തമായി ഒഴുകിയ പുഴ ഇന്ന് മാലിന്യം പേറി ഒഴുക്ക് നിലച്ച് കാണുന്നവർക്ക് വേദനയുളവാക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇതുവഴി നടന്നു പോകുന്നവർക്ക് മൂക്കുപൊത്തേണ്ടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. രാത്രികാലങ്ങളിൽ പല ദിക്കുകളിൽ നിന്നും കക്കൂസ് മാലിന്യ വണ്ടികൾ ഇതുവഴി നിർബാധം കടന്നുപോവുകയും മാലിന്യം കൊണ്ട് തള്ളുകയും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കാൻ പുഴയുടെ സമീപം കൂടൊരുക്കി വെച്ചിരുന്നിട്ടും ജനങ്ങൾ പുഴയിലേക്ക് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും നിക്ഷേപിക്കുന്നത് എന്നതും സങ്കടകരമായ കാഴ്ചയാണ്. സാർ, ഈ കക്കാട് പുഴയെ വീണ്ടെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പലരും ശ്രമിച്ചു, എല്ലാം പരാജയം. ഇനി നമുക്ക് ഈ പുഴയെ ജീവനോടെ തിരിച്ചു കിട്ടുമോ? കക്കാട് പുഴയെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതാണ്. കാരണം ഞാനടക്കമുള്ള വ്യക്തികൾ എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടുകാർ ഇപ്പം തന്നെ കാണുന്നത് നമ്മുടെ അറവ് കടകളിലുള്ള കോഴിയുടെ അവശിഷ്ടങ്ങളും പശുവിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഈ പുഴയിലേക്ക് തള്ളുകയാണ്. കാരണം കോർപ്പറേഷൻ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ വെച്ചത് 2 സൈഡല്ല, ഒറ്റ സൈഡ് മാത്രമാണ്. അപ്പോൾ ക്യാമറ അങ്ങേ ഭാഗത്ത് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ വന്നിട്ടാണ് ഈ മാലിന്യം തള്ളുന്നത്. അപ്പോൾ 2 ഭാഗത്തും ക്യാമറ വെക്കണം. ക്യാമറ ഞാനിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ പോയ സമയത്ത് തന്നെ പുഴയിൽ മാലിന്യം തള്ളുന്ന വിധത്തിലല്ല, പോകുന്ന വാഹനങ്ങളാണ് ആ ക്യാമറയിൽ കാണുന്നത്. കാരണം 1 കോടി രൂപ മുതലിട്ടുകൊണ്ട് ഈ പുഴയെ വീണ്ടെടുക്കാൻ വേണ്ടി മുൻ കോർപ്പറേഷൻ മേയർ 1 കോടി രൂപ ചെലവിട്ടു. അത് ഈ 4 ഭാഗത്ത് ഭിത്തി കെട്ടിയതല്ലാതെ പുഴയിൽ നിന്ന് കുറച്ച് ചളിയും കോരി. പക്ഷേ മുൻപ് ഇവിടെ നിന്ന് കോരുന്ന ചളി എവിടെ കൊണ്ടിടുമെന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ചളി തൊട്ടടുത്ത പ്രദേശത്ത് കൊണ്ടിട്ടപ്പോൾ
ആ കൊണ്ടിട്ടെതിരെ തന്നെ ജനങ്ങളിൽ നിന്ന് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 1965 കാട്ടാമ്പള്ളി പദ്ധതി വന്നതിന് ശേഷമാണ് കക്കാട് പുഴ നശിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് കക്കാട് സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല തെളിനീരോട് കൂടി മാന്യമായിട്ട് ഒഴുകിയ ഒരു പുഴയായിരുന്നു. അന്ന് അല്ലിക്കയും ആമ്പലും ധാരാളം മത്സ്യസമ്പത്തും ഉണ്ടായിരുന്നു. അറവുകടയിലെ മാലിന്യം പുഴയിൽ നിക്ഷേപിച്ചത് കാരണം അസഹ്യമായ ദുർഗന്ധവും വമിക്കുന്ന അവസ്ഥയിലാണുള്ളത്. 2 വർഷം മുമ്പ് കോടികൾ ചിലവിട്ട് ചുറ്റുമതിൽ കെട്ടിയതല്ലാതെ സൗന്ദര്യം കൂട്ടാൻ പറ്റിയിട്ടില്ല. മാറിവരുന്ന സർക്കാരുകൾ കക്കാട് പുഴ വീണ്ടെടുക്കാൻ പറയുന്നതല്ലാതെ പരിശ്രമിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ പുഴയുടെ ജീർണാവസ്ഥ. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയച്ച കക്കാട് പുഴ മാലിന്യം പേറി ഒഴുക്ക് നശിച്ച് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയെന്നും എപ്പോഴും ഒരു നാടിന്റെ സംസ്കാരവും ജീവനുമാണെന്നത് നാട്ടുകാർ കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. കക്കാട് പുഴേൻ്റെ തീരത്താണ് നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡൊക്കെ. ഇവിടെ ഇപ്പം കക്കാട് പുഴ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം 1 കോടി രൂപ മുതലിട്ടിട്ട് ഇതിൻ്റെ ചളികോരി സൈഡൊക്കെ കെട്ടിയതാണ്. പക്ഷെ അതിനെ കോർപ്പറേഷനായാലും ഭരണാധികാരികൾ അതിനെ ഇത് സംരക്ഷിക്കണ്ടേ? അതായത് ചളികോരിയിട്ട് ഇട്ടതിൻ്റെ ഓരോ കുറച്ച് സൈഡിലും കുറച്ച് കോരിക്കൊണ്ട് പോയി അപ്പുറമൊക്കെ ഇട്ടത്. പിന്നെ വെച്ചാൽ പോകുന്ന ആൾക്കാർ കച്ചറിടലും പിന്നെ വേസ്റ്റ് ഇങ്ങനെ അതൊക്കെ ഇട്ടപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു അതിനെ സംരക്ഷിക്കാനുള്ളൊരു സെക്യൂരിറ്റി പോലത്തെ എന്തെങ്കിലും ആയിട്ട് സംരക്ഷിക്കണം. കോർപ്പറേഷനെയോ ഗവൺമെൻറ്റിനോ പറഞ്ഞതിനെ കൊണ്ട് കാര്യം ഓരോ വ്യക്തിക്കും ഒരു എന്താ വെച്ചാൽ ഒരു ഇതുണ്ട്, സംരക്ഷിക്കേണ്ട ഒരു ഇതുണ്ട്. അതായത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയും കൂടിയാണ്. അത് സമൂഹത്തിൻ്റെ കടമയും കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ ചിലവാക്കിയതുകൊണ്ട് ഓരോ വ്യക്തികൾ ഇവിടെയാണ് കച്ചറ കൊണ്ടിടുന്നത്. പിന്നെ കക്കൂസ് മാലിന്യങ്ങൾ, പിന്നെ 2 ക്യാമറയാണ് ഇവിടെ വെച്ചത്. ആ ക്യാമറ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അങ്ങനെ കോർപ്പറേഷൻ 2 ക്യാമറ വെച്ചത്. ആ 2 ക്യാമറ കൊണ്ട് വലിയൊരു ഉപയോഗമില്ല. റോഡിനാണ് ഉള്ളത്. പിന്നെ കച്ചറ ഇടേണ്ട ഓട്ടും കക്കൂസ് മാലിന്യം തള്ളേണ്ട ഓട്ടും അത് ഡെയിലി ചെയ്യുന്നുണ്ട് ആൾക്കാർ. വെച്ചാൽ ഈ ഓവുകളിലും ആയാലും മറ്റുള്ള വേസ്റ്റ് പുഴയിൽ വലിച്ചെറിയലായാലും ഇഷ്ടംപോലെ വ്യക്തികൾ ചെയ്യുന്നത്. അതിനെ കൂടുതൽ ക്യാമറ വെച്ച് അതിനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ അതിനെ കൊണ്ട് ഉപയോഗമുള്ളൂ. മാർക്കറ്റിൽ അത് അങ്ങനെ തല മുതൽ ക്ലീൻ ആക്കേണ്ടി വരും. അതിനാരാ തയ്യാറാ? കോർപ്പറേഷൻ തയ്യാറാവും. എല്ലാ ബിൽഡിംഗാർ കുത്തക മുതലാളിമാർ എല്ലാ ബിൽഡിംഗാർന്ന് പൈപ്പുകൾ പുറത്താണ്. ഇന്ന് വരെ നമ്മൾ ഇത്രയും വർഷമായി ബിൽഡിംഗ് എടുത്തിട്ട് ഇന്ന് വരെ എടുത്ത മാലിന്യങ്ങൾ ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഇതുമില്ല. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു കാര്യമില്ല. അത് തന്നെ മേലെ ഉദ്യോഗസ്ഥൻ പറയും പാടെ അപ്പുറത്ത് കണ്ണടച്ചോ അപ്പുറത്ത് കണ്ണടച്ചോ എന്ന് പറയുമ്പോൾ അവർ കണ്ണടക്കുമോ? അത്ര തന്നെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ദയനീയാവസ്ഥ തന്നെ. ദയനീയാവസ്ഥ. ഈ പുഴയെ വീണ്ടെടുക്കണം. അതിലൂടെ നമ്മുടെ നാടിനെയും മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും കോർപ്പറേഷൻ ആയിരുന്നപ്പോഴും അതാത് ഭരണാധികാരികൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കമിട്ടിരുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഇതൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല. ഇനിയും ഉത്തരവാദിത്തപ്പെട്ടവർ നിസ്സംഗത തുടർന്നാൽ പകർച്ചവ്യാധിയുടെ കേന്ദ്രമായി മാറും ഈ പ്രദേശം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളും അതിലേറെ അറവു മാലിന്യങ്ങളും കൊണ്ട് നിറയുകയാണ് ഈ പുഴ ഇപ്പോൾ. നോക്കുകുത്തിയായി ഇവിടെ ഇപ്പോൾ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റുമുണ്ട്. മരണം കാത്തിരിക്കുന്ന പുഴയെ തിരിച്ചു കൊണ്ടുവരാൻ നാട്ടുകാരും ഒപ്പം ഭരണാധികാരികളും കൈകോർക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കൂടുതലും ആൾക്കാർ പറയുന്നത് പുഴയെ സംരക്ഷിക്കാൻ ആളില്ല, ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗം ശ്രദ്ധിക്കാത്തൊരവസ്ഥ. ഈ അവസ്ഥ വളരെ ദയനീയമാണ്. ആൾക്കാരുടെ ഒരു സഹായം കൂടി നമ്മൾ ഈ കാര്യത്തിലേക്ക് തേടേണ്ടതുണ്ട്. അതായത് ഈ പ്രദേശത്തുള്ളവരുടെ സഹായം കൂടി നമ്മൾ തേടേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇവിടെ പകർച്ചവ്യാധി മാതിരിയുള്ള അസുഖങ്ങൾ എല്ലാം കൊണ്ടും അസുഖത്തിൻ്റെ ഒരു വിളനിലമായി മാറും ഈ കക്കാട്. അതില്ലാതിരിക്കാൻ നമ്മൾ ഈ പുഴയെ സംരക്ഷിച്ചേ പറ്റൂ. ഒരു നാടിൻ്റെ സംസ്കാരമാണ്, ഒരു നാടിൻ്റെ ജീവിതമാണ്. ക്യാമറമാൻ ബിനീഷ് അഴിക്കലിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബഹുജന പങ്കാളിത്തത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. തവകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു.
ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, മുൻ മേയർ ടി ഒ മോഹനൻ, മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ശ്രീലത, സിയാദ് തങ്ങൾ, സുരേഷ് ബാബു എളിയാവൂർ, എസ് ഷഹീദ, ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ ഡി അജിത്ത്, സി ആർ സന്തോഷ് കുമാർ, ആർ ഫിയാസ്, കെ വിജേഷ്, രേഷ്മ രമേശൻ, പി ഷീന എന്നിവർ നേതൃത്വം നൽകി. മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ അവധി ദിനത്തിൽ തദ്ദേശ ഭരണവകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് അയൽ ജില്ലയിൽ നിന്ന് വിൽപ്പനക്ക് എത്തിച്ച 1 ക്വിന്റലിലധികം നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ. കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമായതോടെ അവധി ദിനങ്ങളിലും അസമയങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ വഴി വിതരണം ചെയ്യുന്നതായി സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി ദിവസമായ 2ാം ശനിയാഴ്ച സ്ക്വാഡ് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 65 കിലോ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ വാഴയില, 9 കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, 42 കിലോ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ എന്നിവയാണ് വി പി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തത്. വടകരയിലുള്ള സ്റ്റാർ നൈലോൺസ് എന്ന സ്ഥാപനത്തിനു വേണ്ടി സർവീസ് നടത്തുന്ന വാഹനമാണിത്. വടകരയിലെ ഗോഡൌണിൽ നിന്നും ശേഖരിച്ച നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പാനൂർ വഴി കൊണ്ടുവന്ന് കൂത്തുപറമ്പ് മുതൽ വിതരണം ചെയ്ത് മട്ടന്നൂർ എത്തിയപ്പോഴാണ് വാഹനം പിടിയിലായത്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മട്ടന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ഏജൻസികൾ വഴി കമ്പനിയുടെ പേര് ഉൾപ്പെടെയുള്ള ഉൽപാദന വിവരങ്ങളും കനവും രേഖപ്പെടുത്താതെ വിതരണം ചെയ്യുന്ന HM പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരാവാതിരിക്കാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, CK ദിബിൻ, മട്ടന്നൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് KM, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിനിൽ VK എന്നിവരും പങ്കെടുത്തു. കൂടാളി ഹൈസ്കൂൾ SSLC 1980 ബാച്ച് ഒപ്പം ഗ്രൂപ്പ് 3ാമത് സ്നേഹ സംഗമം കണ്ണൂർ പാം ഗ്രൂവ് റിസോർട്ടിൽ വെച്ച് നടന്നു. ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരി 8-ന് ഇതേ ഹാളിൽ നമ്മൾ ഒത്തുചേർന്നു. ഇത് 3ാമത് സംഗമമാണ്. അപ്പോൾ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ SSLCക്ക് ഏകദേശം 428 പേരാണ് സഹപാഠികളെ ഉണ്ടായിരുന്നത്. അതിൽ 208 പേര് പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മുടെ സഹപാഠികൾ എല്ലാവരും നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന് പേര് ഒപ്പം എന്നാണ്. ആ ഒപ്പത്തിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. ഏകദേശം 230ഓളം പേരാണ് എത്തിയത്. ഇനിയും 200-ലധികം പേര്, പകുതിയിലധികം പേര് നമ്മളെ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പകുതി ഇനിയും കുറച്ച് പേര് കൂടി എത്തിച്ചേരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം ഒരു തീവ്രയത്ന പരിപാടി എന്ന നിലയിൽ നമ്മുടെ ഒപ്പം ഗ്രൂപ്പിൽ ഒരു 300 പേരെ എത്തിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. ഗ്രൂപ്പ് അംഗം VP രമേശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളിജിത്ത് സ്വാഗതം പറഞ്ഞു. തുടർന്ന് പുതിയ അംഗങ്ങളെ സ്വീകരിക്കൽ, കലാകായിക പരിപാടികൾ എന്നിവയും നടന്നു. PV ശ്രീലത, CP അനിത, NP പത്മജ, VP നസിമുദ്ദീൻ, K ബാബു, A ഇന്ദിര, PP പ്രേമലത, PC ശ്രീനിവാസൻ, E രാജീവൻ, VV ഉത്തമൻ, സുധാകരൻ ഒതയോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബീച്ച് വാക്കും നടന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,725 രൂപ, പവന് 53,800 രൂപ, വെള്ളി 91 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അംഗനവാടിയിൽ 4 വയസ്സുകാരന് പൊള്ളലേറ്റു. അപകട കാരണം തിളച്ച പാൽ കുടിക്കാൻ നൽകിയതെന്ന് ആരോപണം. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ. ജില്ലാ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ, അയൽ സംസ്ഥാന തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായി. ചികിത്സക്കെത്തിയ ആളെ ആശുപത്രിയിൽ നിന്നും ഇറക്കിവിട്ടതായി ആംബുലൻസ് ഡ്രൈവർ. മാലിന്യം നിറഞ്ഞ് മരണം കാത്ത് കക്കാട് പുഴ വീണ്ടെടുക്കണമെന്ന് പ്രദേശവാസികൾ. നിസ്സംഗതയിൽ അധികൃതർ എന്ന ആരോപണം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.